സോ ഗൈസ് ഹലോ ഗൈസ് വെൽക്കം ടു ലെജൻഡ് റൈനോ. അപ്പോൾ ഗൈസ് നമ്മളിന്ന് വന്നിരിക്കുന്നത് മറ്റേ ഇതില്ലേ മൈൻക്രാഫ്റ്റിൻ്റെ പാർട്ട് 2 ആയിട്ടാണ്. കൈയടി ഗൈസ്, കൈയടിക്കൊന്നുമില്ല. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ലായിരുന്നു. നമ്മളിവിടെ ഒരു പൊട്ടനായിട്ടിരിക്കുന്നു. ഇവിടെ എന്താണ് തീ കത്തുന്നത്? അയ്യോ 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 ചാവലയുടെ മുത്തേ, ചാവല് അവിടെ ക്യാമ്പ് ഫയർ ഉണ്ട്. ചാവല് പ്ലീസ്. ഇവിടെ എങ്ങനെയെങ്കിലും മാറ്. ഫുഡ് കഴിക്കുന്നു. ഇവിടെ വെള്ളവും ഇല്ല. പന്നമാരുടെ വീട് ഓർമ്മയുണ്ടല്ലോ, ഞാനിപ്പോൾ പടവായന അറിയോ? നമ്മള് ഒരു കുളത്തിലും കാണിച്ചാണ്. പക്ഷെ എനിക്കിവിടെ ഒരു ഇവനെ വേണം, മറ്റേ ഈ വെപ്പൺ സ്മിത്ത് അല്ല നമുക്ക് പോകണ്ട. ഇവൻ എന്താ റെഡി? നമ്മളെ ഹങ്കർ ബാർ കുറയുന്നില്ല, കണ്ടോ? നമ്മൾ ശ്രദ്ധിച്ചോ, നമ്മളെ ഹങ്കർ ബാർ എത്ര നേരമായിട്ട് കുറയുന്നില്ല. ഫ്ലവർ പോട്ടിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ഇല്ല കേസ് അവിടെ കുറച്ച് അയൺ ഇരിപ്പുണ്ട്. അങ്ങോട്ട് നമ്മൾ എങ്ങനെ എത്തണം? ഈ വരി കൂടെ നമ്മുടെ റിയൽ വില്ലേജിലോട്ട് പോവുക. അവിടുന്ന് നമ്മളെവിടെയുണ്ട്? അതിപ്പോൾ മാഞ്ഞു പോയി. ഞാൻ പണ്ടെന്നെ ഓർത്തുണ്ടെന്ന് അറിയോ, ഈ അയണൊക്കെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ സ്റ്റോൺ ടൂൾസ് ഒന്നും ഇല്ലെന്ന് ഞാൻ ആലോചിച്ചത്. അങ്ങനെ സ്റ്റോൺ ടൂൾസ് ഉണ്ടോയെന്ന് പറയാൻ ആലോചിച്ചില്ല. ഓർത്തു ഈ വീഡിയോ കാണുമ്പോൾ ആൾക്കാർ ഈ സ്റ്റോൺ ടൂൾസ് യൂസ് ചെയ്യുന്നത് കുറവായിട്ടാണ് കാണുന്നത്. അപ്പം ഞാൻ ഓർത്തു ഈ സ്റ്റോൺ ടൂൾസ് ഒന്നും ഉണ്ടാക്കാൻ എനിക്ക് അറിയത്തില്ല. സ്റ്റോണ് മൈൻഡ് ചെയ്യത്തില്ലായിരുന്നു. ഞാൻ ഈ എങ്ങോട്ടെങ്കിലും കയറി പോകണമെങ്കിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റോൺ ടൂൾസ് യൂസ് ചെയ്യാറുള്ളായിരുന്നു. ടൂൾസ് അല്ല, സ്റ്റോണ്. അപ്പം ഞാൻ എടുക്കും ഈ വുഡൻ പിക്കക്സ് വെച്ച് ഞാൻ അയൺ ബ്രേക്ക് ചെയ്യാൻ നോക്കും. ബ്രേക്ക് ആവണ്ടേ? എത്ര നോക്കിയിട്ട് നടക്കുന്നില്ലായിരുന്നു. ഞാനുണ്ടല്ലോ, അപ്പം ഞാൻ എടുത്തു ഈ ഗെയിം പറ്റിയില്ലെന്നൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. അപ്പോഴാണ് ഞാൻ ഒരു കാര്യം കണ്ടത്, അയൺ ഗോളം. അപ്പോൾ അയൺ ഗോളത്തിനെ പോയി ചൊറിഞ്ഞ് ഞാൻ കുറച്ച് അയൺ എടുത്ത് അയൺ പിക്കാക്സ് ഉണ്ടാക്കി. അത് വെച്ച് ഞാൻ നമ്മൾ മൈൻ ചെയ്യാൻ പോയി. ഇത് കണ്ടോ? ഇതാണ് ഒരു ടെക്നിക്കലായിട്ടുള്ള നമ്മൾ എങ്ങനെ ഗെയിമിൽ ജയിക്കാം എന്ന് പഠിപ്പിച്ചു തരുന്ന മാർഗം. അവിടൊക്കെ എന്നെ അയനാടാ ഉള്ളേ. ഞാൻ എങ്ങനെ അവിടെ അയനുണ്ട്. വരി കൂടെ നൈസ്. ഇങ്ങോട്ട് നോക്കാം, ഇവിടെ അല്ലേ? നമ്മൾ ഇത് മൈൻഡ് ചെയ്യാം. ഒരു സെക്കൻഡ്. അടിയിലോട്ടും ബ്ലോക്ക് ഉണ്ട്, പേടിക്കണ്ട. 2 3 4 മൊത്തത്തിൽ 6 7 ഉണ്ട്. 5 6 6 അയൺ ഇൻഗോട്ട്സ് കിട്ടി. ഇൻഗോട്ട്സ് അല്ല, അയൺ. ഓക്കെ, രാത്രിയായി. മണ്ടയിലോട്ട് എങ്ങനെ കയറും? ഫസ്റ്റ് വി നീഡ് സം ടോർച്ചസ്. കോൾ വേണം ഗൈസ്, കോളിൻ്റെ ആവശ്യം നന്നായിട്ടുണ്ട്. നമുക്ക് രാവിലെ വന്ന് ഈ കോളൊക്കെ മൈൻ ചെയ്യാം. കാണത്തില്ലല്ലോ. പിന്നെ ഗൈസ്, ഈ മൈൻക്രാഫ്റ്റിൽ വേറൊരു പ്രശ്നമുണ്ട്. അതെ, ഞാൻ ഈ കളിക്കുന്ന ഗെയിമിൽ വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. ഈ ടോർച്ച് ഗൈസ്, ഇവിടെ അയൺ. ഈ ടോർച്ച് ഇല്ലേ, നമ്മുടെ ഇവിടെ ഷീൽഡ് പോലെ സംഭവത്തിൻ്റെ അവിടെ വെക്കും. ഇത് വെക്കാൻ പറ്റില്ല ഞാൻ ഈ കളിക്കുന്ന ഗെയിമിൽ. അങ്ങനൊരു പ്രശ്നമുണ്ട്. ഞാൻ എന്നൊക്കെ പൊട്ടത്തരമാണ് കാണിച്ചുകൊണ്ടിരുന്നത്. ഈ വരിക്കുള്ള നൈസ് ആൻഡ് സ്മൂത്തായിട്ട് പോകത്തില്ലായിരുന്നു. എൻ്റെ ഓരോരോ പ്രശ്നങ്ങളെ ഗൈസ്. പിന്നെ വേറെ കാര്യം പറയാണ്, ഞാൻ ബ്ലോക്സ് റൂട്ടി ഗിവ് അവേ നടത്തുന്നത്. ബ്ലോക്സ് റൂട്ടി ഗിവ് അവേ നടത്തുന്നത് എന്താണെന്ന് വെച്ചാൽ,
ഇത് മറ്റേ ബ്ലോക്ക് ഫ്രൂട്ടിലെ ഡ്രാഗൺ ഫ്രൂട്ടാണ് ഗൈസ് നമ്മൾ ഗിവ് അവേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗൈസ് നിങ്ങൾ ഡ്രാഗൺ ഫ്രൂട്ട് ഗിവ് അവേ ചെയ്യണമെങ്കിൽ ഗിവ് അവേ നിങ്ങൾക്കിത് കിട്ടണമെന്ന് വെച്ചോ, അതിന് നിങ്ങൾ ചെറിയ കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ മതി. എന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ ചാനലിൻ്റെ പേര് ലെജൻഡറി ന്യൂബ് എന്നാണ്. അപ്പോൾ ഈ ലെജൻഡറി ന്യൂബില്ലേ, അപ്പം എനിക്കാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് കിട്ടേണ്ടതെന്ന് വെച്ചോ, ഞാൻ എടുക്കും. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇപ്പം നിങ്ങളാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഗിവ് അവേ ചെയ്യുന്നതെന്ന് വെച്ചോ, അപ്പം എനിക്കിത് വേണം. അപ്പം ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ ഗിവ് അവേക്ക് റോബ്ലോക്സിൻ്റെ എൻ്റെ ഐ ഡി എൻ്റെ ഐ ഡി ഇല്ലേ, എൻ്റെ ഐ ഡി വെച്ച് ഐ ഡി എല്ലാ എൻ്റെ വീഡിയോയിലും കമൻറ്റ് ഇടണം. എൻ്റെ ഐ ഡി ഏതാണ് എല്ലാ വീഡിയോയിലും കമൻറ്റ് ഇടണം. അപ്പോൾ എന്നെടുക്കും ആ ഐ ഡി നോക്കി ഫസ്റ്റത്തെ 2 ആൾക്കാരെ സെലക്ട് ചെയ്യും. ആ സെലക്ട് ചെയ്യുന്നവർക്കായിരിക്കും ബ്ലോക്ക് ഫ്രൂട്ട് കിട്ടുക. ഓക്കെ, ഇപ്രാവശ്യം അയൺ ഇൻകോട്ട്സ് ഒന്നും കിട്ടിയില്ലെങ്കിലും ആവശ്യത്തിനുള്ള സാധനങ്ങൾ കിട്ടി. 2 സ്വാർഡ് കിട്ടി. നമുക്കിടന്ന് ഉറങ്ങാം. ഒരു ടോർച്ചും കൊണ്ടൊക്കെ പോയി നമ്മുടെ മൈനിങ് ചെയ്യുന്ന സ്ഥലം ഒന്ന് ബെറ്റർ പ്ലേസ് ആക്കാം. ഓക്കെ, എന്നൊക്കെ ഇതിനകത്ത് വെച്ച് പിക്കാക്സ് വേണമല്ലോ. ഓ, നമുക്ക് അയൺ മെൽറ്റ് ചെയ്യണമല്ലോ, ഞാൻ അതിൻ്റെ കാര്യം മറന്നുപോയി. റീസ്പോണിങ് പോയിന്റ് സെറ്റോ, അപ്പം ഇത്ര വരുന്ന എന്നാ റീസ്പോണിങ് പോയിന്റ് അല്ലേ? ഐ ഡോണ്ട് നോ എനിത്തിങ്. 10 അയൺ ഇൻഗോട്ട്സ് ഉണ്ട്. അയ്യോ എടാ 10 ഒന്നും കൂടെ അത് 2 എഴുതോട്ടെ ഗൈസ്, അത് 2 അവിടെ ഇരുന്നോട്ടെ. ഓക്കെ ഗൈസ്, ഒരു സെക്കൻഡ് ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ ഈ സാധനം മെൽറ്റ് ചെയ്യായിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഹങ്കർ ബാർ കൂടുന്നുമില്ല കുറയുന്നുമില്ല. ഇപ്പോൾ കുറയുന്നുണ്ടെന്ന് കുറയട്ടെ. നമ്മൾ പറ്റുന്ന അത്രയും ദിവസം നമ്മൾ ഫുഡ് കഴിക്കായിരിക്കും. നോക്കിക്കോ ഗൈസ്. പിന്നെ ഈ ഒരു മരം മുറിക്കുന്ന സംഭവം ഇല്ലേ, ഇത് വെച്ച് അത് മുറിക്കുക നോക്കാം ഗൈസ്. അതുകൊണ്ട് നമുക്ക് സ്ലാബ് ഉണ്ടാക്കാം. സ്ലാബിൻ്റെ ആവശ്യം ഉണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല. നമ്മൾ ചുമ്മാ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നതാണ്. ഓക്കെ, നമ്മൾ എവിടെ പോയാലാണ് അത് കിട്ടുക? ഇവിടെ ഒന്നുമില്ല. ഇന്ന മണ്ടയിലോട്ട് റൂമില്ല. എവിടെ പോയി ആ സാമാനം? ഇവിടുത്തെ എല്ലാവരും കൂടുതലും ടൂൾ സ്മിത്തും ബ്ലാക്ക് സ്മിത്ത് എന്നീ പറഞ്ഞോണ്ടിരുന്നത്. ബ്ലാക്ക് സ്മിത്ത് ആണ് ഇനി എന്നീ പറയുന്നേ. ബ്ലാക്ക് സ്മിത്തിനും ബാക്ക് സ്മിത്ത് എന്നൊക്കെ പറയുന്നേ. നമുക്ക് കുളിക്കാം. നമ്മൾ കുളിക്കുകയാണ്. മതി കിണിച്ചോ. ഈ തണുപ്പുള്ള സ്ഥലമാണോ ഓർത്തോണം നിങ്ങൾ. എന്താണ് ഇപ്പോൾ ഒരു സ്ട്രേഞ്ച് അച്ഛ കേട്ടെ? ഇത് കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അയൻകോടെ ചത്തപ്പോൾ പ്രാഗിയതാണോ അവനെ? ഇവിടെ നിന്നൊന്നും ഇല്ല. ഞാൻ പിന്നെ എന്നെ എടുക്കാൻ വന്നു. നമ്മളിവിടെയൊക്കെ ലൂട്ട് ചെയ്താന്ന് തോന്നുന്നു. നമുക്കൊരു ആവശ്യമുള്ളപ്പോൾ നമ്മൾ കുറേ വീഡിയോ അപ്പോൾ നമ്മുടെ വീടൊക്കെ കറക്റ്റ് നമ്മൾ കണ്ടുപിടിക്കും. അല്ലാത്തപ്പോൾ ഒന്നും കിട്ടത്തില്ല. ഇത് നമ്മുടെ വീട്. നമ്മൾ നേരത്തെ എത്ര പ്രാവശ്യം തപ്പി വീട്? ഇവിടെ അല്ല ഗൈസ്, ഇതുപോലത്തെ വീടുകളേ അല്ല. ഞാൻ പിന്നെ എന്തിനിവിടെ വന്നു? ക്വസ്റ്റ്യൻ മാർക്ക്. വൈ ഐ കെയിം ഹിയർ? സോ ഇൻട്രസ്റ്റിംഗ്. എനിക്ക് ഭ്രാന്ത. ഞാനിപ്പം ആ കുരിയിലോട്ട് എടുത്ത് ചാടും. ഈ ക്യാമ്പ് ഫയർ എടുത്ത് നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുപോയായിരുന്നു. ഫർണസിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാകത്തില്ല. We should go there or anything. I don't know. Guys, നമുക്ക് എവിടെ പോകേണ്ടത് നമ്മൾ പോലും കണ്ടുപിടിച്ചിരിക്കണം. നമ്മൾ ഈ വില്ലേജിലാണ് നമ്മൾ ആ സാമാനം കണ്ടത്. ഇവിടെ. അയ്യോ, നമ്മൾ കണ്ടുപിടിച്ചു.
സ്ലാബ് ഉണ്ടാക്കുക. ഇത് വേണം, ഇത് മതി. ഉയ് 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 നത്തിങ്. ഇത് 3 ആണ് ഇവൻ ഉണ്ടാക്കി തരിക. ഇത് വെച്ചാലോ? നത്തിങ്. Anyway, we should go with this. സാരടുത്തും പറയണ്ട, ആരും അറിഞ്ഞിട്ടില്ല, കണ്ടിട്ടില്ല. ഹേ ബ്രോ, വാട്സ്ആപ്പ്. എവിടൊക്കെ ലൂട്ട് ചെയ്താണല്ലേ ഇവര്. ബെഡൊന്നും ഇല്ലാതെ എങ്ങനെ ജീവിക്കുന്നു എന്തോ. ഞാനിപ്പോ കുരി കാണുന്നേനെ. സ്റ്റാർട്ടോക്കിക്ക് ഒന്നെടുത്ത് ചാടിയാൽ മതി. ഫാൾ ഡാമേജ്, ലാവയില് നമ്മൾ കുളിക്കുന്ന ഡാമേജ്, ആൻഡ് മാഗ്മയിൽ നിൽക്കുന്ന ഡാമേജ്. അപ്പുറത്ത് വെള്ളത്തിലോട്ട് പോകുമ്പോൾ വെള്ളം വന്ന് ഒബ്സിഡിയൻ ആവും. അത് നമ്മൾ ഇവിടെ ഏതോ മോബുണ്ട്. എന്താണ് ഗോളവേ? ഗോളത്തിന് നടപ്പ് നോക്കിക്കേ ഗൈസ്. നടപ്പ് നോക്കിക്കേ. കുലുങ്ങി നിന്നെ ഒരു അടി അടിക്കട്ടെ. അടിക്കണ്ടേ? കാണാൻ നമുക്ക് അടി കിട്ടിയല്ലോ. ഇങ്ങനെ അങ്ങനെ നമ്മൾ വന്ന വരി ഏതാ? നമ്മൾ മൈൻഡ് ചെയ്യാൻ പോകുന്ന വരി ഏതാ? വരി. എന്താ ഞാൻ പറയുന്നത്? ഇത് വരി കൂടെ പോവുക. ഇതെന്താണ് ഇവിടെ ഒരു സംഭവം? ഇവിടേക്ക് കബിൾ സ്റ്റോൺ. ഇതും ബ്രേക്ക് കബിൾ സ്റ്റോൺ. ഹൗ ബ്രോ? ഗായ്സ്, നിങ്ങൾ വേറെ സമയം കാണണം. അതെ ഞാൻ എൻ്റെ മുന്നോട്ട് ചാടാൻ പോവാണ്. ഗായ്സ്, നമ്മളിതിൻ്റെ മിഡിലാണ് നിൽക്കുന്നത്. എന്നായിക്കള്ള നോക്കട്ടെ. 2 വുഡ്, ഒരു സ്റ്റോൺ കട്ടർ, ഒരു വാള്. ആ വാളല്ല, മറ്റേ 2 കോള്, 3 ബ്രെഡ്. എങ്ങാനും താഴോട്ട് ചാടുമ്പോൾ ലാവയിലോട്ട് എങ്ങനെ ചാടിയാലോ നോർത്ത് എണ്ണിയതാണ്. പേടിക്കണ്ട. ഓക്കെ, ഞാൻ ഇങ്ങോട്ട് വേണ്ടാന്നേ. ഞാനൊരു മുണ്ടോതര ഇങ്ങോട്ട് ചാടി കുറച്ച് മൈൻഡ് ചെയ്യണം. ഞാനിത് എങ്ങോട്ടാണ് പോകുന്നത്? എന്നെ കൊണ്ട് ഞാൻ തന്നെ തോറ്റു പോകുമല്ലോ. ഞാൻ ഇതുണ്ടാക്കിയില്ല ഗൈസ്. ഏത് ടോർച്ച് ഉണ്ടാക്കിയില്ല. വാട്ട് ഗപ്പണ്ട്. എനിവേ, നമുക്കിപ്പോൾ കയറി പോവാം. ഇവിടെ നിന്നൊരു വരിയില്ല. അണ്ണനൊരു വണ്ട, പക്ഷെ വരി ഉണ്ടാക്കിത്താളോ വണ്ട പോലെ എന്നെ പറയുന്നത്. കേസ് ഇങ്ങോട്ടൊരു വരി, ഒരു വഴി വേണം. ഇല്ല, ഈ പാപ്പടം ഞാൻ ഇങ്ങനെ ഇരിക്കും. അവിടുത്തെ ആരുടെ ഇടയിലൂടെ ഞാൻ ക്രൗച്ച് ചെയ്തേ ഉണ്ടോ തരൻ. നമുക്ക് ഇനി അങ്ങോട്ട് പോകണം. ഈ എനിക്ക് വേറെ കാര്യം അറിയത്തില്ല. ചില സമയത്ത് ഞാൻ പ്രോയും ചില സമയത്ത് ഞാൻ നൂബുമാണ്. ഈ ഡേർട്ടൊക്കെ നമ്മൾ പെട്ടെന്ന് കളയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ്. ഗായ്സ്, ഇപ്പം നമ്മൾ സാടെങ്ങാനും വെച്ചാൽ ഇങ്ങനെയെന്ന് അയൻകോളം വന്ന് താരോട്ട് വീഴണം. വണ്ടർഫുൾ. അടിപൊളി. എൻ്റെ പൊന്ന് ബ്രോ, അവിടെ എന്തൊരു സോ ഞാൻ വെച്ചോ? ഞാൻ വെച്ചില്ലല്ലേ? ഇല്ലേ കുട്ടി, ഇല്ലേ കുട്ടി മര്യാദക്ക് ഇരിക്കുന്നില്ല. ഞാൻ കുട്ടീനെ വേറെ വല്ലതും വിളിക്കും. ഞാൻ നീ പറയുന്നേ കണ്ടോ? ഇതാണ് എൻ്റെ പ്രശ്നം. ഞാൻ കറക്റ്റായിട്ട് ഒന്നും പറയത്തില്ല. ഇങ്ങനെ മര്യാദക്ക് ചോട നോക്കി മങ്ങത്തൊലി നടക്കത്തില്ല. പിന്നെ ഈ ഗെയിമിനകത്ത് നമ്മുടെ ഗായ്സ് ഇപ്പൊ ക്രിയേറ്റീവ് ഇട്ട് കാണിക്കാവേ. നമ്മൾ ക്രിയേറ്റീവിലോട്ട് സ്വിച്ച് ചെയ്യുവാണ്. സ്വിച്ച് ചെയ്തില്ലേ? ഇതൊരു കഷ്ടമാണിത്. തൂക്ക് ഈ മഞ്ഞ് വെയിൽ കാരണം തൂക്ക് ഈ മരമൊക്കെ മഴയുടെ ഇല ഉണ്ടോ? ഇലയൊക്കെ ഫ്രോസ് ആവുക. കണ്ടോ നിങ്ങള്? നമുക്ക് ഫാൾ ഡാമേജ് ഒന്നുമില്ല. ബിക്കോസ് വി ആർ ഇൻ ക്രിയേറ്റീവ് മോഡ്. ഗൈസ്, ഇതാണ് ഞാൻ കണ്ടതിൽ ഏറ്റവും റെയർ ആയിട്ടുള്ള കാര്യങ്ങൾ. ഒന്ന് ഈ ഫോറസ്റ്റ് ആണ്. ഫോറസ്റ്റ് കാണും, ബട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ കിട്ടത്തില്ല.
നമ്മളിത് ബ്രേക്ക് ചെയ്തേ. നമുക്ക് എന്തായാലും നമ്മുടെ കയ്യിൽ ഈ സാധനം വരും. നമ്മൾ ക്രിയേറ്റീവിലോട്ട് പോകുന്നു. ഇവിടെ എന്തിയേ ആണ്ടേ ക്രിയേറ്റീവ് പോകുന്നു. അതേ ക്യാമ്പ് ഫയർ എടുക്കുന്നു. നമ്മുടെ വീട് ഏതാ? ഇതല്ലേ? ഇതാണ് ഗൈസ് നമ്മുടെ വീട്. ഗൈസ് ഒരു ഷിപ്പല്ലല്ലോ ഷീപ്പിനെ കൊന്നിരിക്കുന്നു. ക്രൂരത. ഇതങ്ങോട്ട് പൊട്ടിച്ച്. ഓ വെയിറ്റ് എ സെക്കൻഡ്, വാട്ട് ഐ എം ഡൂയിങ്. ഇത് വയ്ക്കുക. ഫിനിഷ് ഹിയർ. യെസ്, എല്ലാം കഴിഞ്ഞു. നമ്മൾ ഇത്ര മാത്രമേ ചെയ്തുള്ളൂ. നമ്മൾ ക്യാമ്പ് ഫയർ അവിടുന്ന് പൊട്ടിച്ചു. നമ്മളേതായാലും നമുക്ക് കിട്ടുമല്ലോ. അതുകൊണ്ട് നമ്മൾ ഇവിടെ വന്ന് ആ ക്യാമ്പ് ഫയർ എടുത്ത് ഇങ്ങോട്ട് വെച്ചു. നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കണ്ടേ, അതിന് വേണ്ടി. ആൻഡ് നമ്മളെ ബാക്കിയുള്ള ക്യാമ്പ് ഫയർ എല്ലാം ഇട്ടു. നോ പ്രോബ്ലം. ഗൈസ് ഇത് കണ്ടോ? നോക്ക്, സാധാരണ ഈ മരങ്ങളുടെ ഇല എന്ന് പറയുമ്പോഴേ ഇത് കണ്ടോ? ഇവിടെ ഹാഫ് ഗ്രീന് ഹാഫ് വൈറ്റ് കണ്ടോ? മോനെ പൊളിയല്ലേ? കാണാൻ തന്നെ വേറെ വൈബ് തന്നെ. ഓ ഗൈസ്, നമുക്ക് ബെറി നട്ടു വെക്കണം കേട്ടോ. തിന്നാലിവിടെ പൊട്ട. ഇവിടെ വന്ന് ബോൺ മീൽ ഉണ്ടായിരുന്നെങ്കിൽ പൊളിക്കാൻ. ഞാൻ ബോൺ മീൽ പൊളിക്കുന്ന കാര്യമല്ല ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ച ഈ ബെറിയൊക്കെ പെട്ടെന്ന് വളരും. വളരലും മൂട്, വിച്ച് മീൻസ് ഫാർമർ. അപ്പോൾ ഗൈസ്, ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് എൻ്റെ വീഡിയോ ഞാൻ പറഞ്ഞില്ലായിരുന്നോ? അയ്യോ, ഞാൻ ഈ കാര്യം പറഞ്ഞില്ല. ഹെൽപ് മീ. ഗൈസ് പോയി. ഗൈസ്, ബ്ലോക്സ് ഫ്രൂട്ട് ഞാൻ ഡെവിൽ ഫ്രൂട്ട് ഗിവ് അവേ ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ID എൻ്റെ എല്ലാ വീഡിയോയിലും കമൻറ്റിലിടുക. ആദ്യത്തെ 2 പേരെ ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നോക്കല്, പിന്നെ ഞാൻ കൺട്രോൾ ഫ്രൂട്ട് ഗിവ് അവേ ചെയ്യുന്നതായിരിക്കും. അത് അത് ഞാൻ എപ്പോഴാണ് ഇടുന്നതെന്ന് ആദ്യം പറഞ്ഞ 17K സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴേ ഞാൻ ഈ കൺട്രോൾ ഫ്രൂട്ട് കൊടുക്കുള്ളതായിരുന്നു. അത് പറഞ്ഞു അങ്ങനെയല്ല, ഞാൻ എപ്പോൾ വേണമെങ്കിലും കൊടുക്കും. അപ്പോൾ ഞാൻ ഒരു പോസ്റ്റ് ഇട്ട് കൺട്രോൾ ഫ്രൂട്ട് എന്ന് പറയും, ഒരു ഹെഡ് ടൈറ്റിൽ ഇടും. അപ്പം നിങ്ങൾ വന്ന് കൺട്രോൾ ഫ്രൂട്ടിന് വേണ്ടിയിരിക്കും. അതുകൊണ്ട് സബ്സ്ക്രൈബേഴ്സ് 17 ആകുമ്പോഴല്ല, എപ്പോൾ എനിക്ക് തോന്നുന്ന എപ്പോഴാണോ അപ്പോൾ ഞാൻ കൺട്രോൾ ഫ്രൂട്ട് ഗിവ് അവേ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ID കമൻറ്റ് ബോക്സ് ഇടുക. 6K സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾ മാക്സിമം അടിക്കാൻ നോക്കുക. ആൻഡ് മേക്ക് ഷുവർ ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഗൈസ്, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.